ഇതൊക്കെ കാണുന്നില്ലേ? ഇല്ല. ഇപ്പൊ കാണാം. ഓക്കെ, എടുത്തു. തുടങ്ങി. 16 സെക്കൻഡ്. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഇന്ന് ബാക്ക് ടു സ്കൂൾ വീഡിയോ ആണ് ഗൈസ്. അപ്പൊ ഞാൻ കുറെ സാധനങ്ങളുടെ ചുറ്റുമാണ് ഇരിക്കുന്നത്. ഫുള്ളായിട്ട് അവളിപ്പോൾ കാണിച്ചു തരും കേട്ടോ. ഈ സൈഡ് മൊത്തം ബുക്കാണ് ഗൈസ്. ഈ സൈഡാണെങ്കിൽ ലേബിൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. ഞാൻ എന്തായാലും നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് മിക്കവാറും ഒരു പാർട്ട് 2 അങ്ങനെയുള്ള രീതിയിലായിരിക്കും വീഡിയോ ഇടാൻ ചാൻസ്. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് 2 ബ്രൗൺ പേപ്പറാട്ടോ നമ്മൾ മേടിച്ചേക്കണേ. പിന്നെ ഞാൻ മേടിച്ചത് ഇങ്ങോട്ട് വെക്കാം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ 2 സെറ്റ് പെൻസിൽ മേടിച്ചിട്ടുണ്ട്. പിന്നെ പേന. ഇത് എനിക്കുള്ളതല്ലാട്ടോ, ഇത് അവർക്ക് രണ്ടുപേർക്കുള്ളതാണ്. ഞാൻ ബ്ലോഗ് എടുക്കുന്നതുകൊണ്ട് ഗൈസ്. പിന്നെ ഫയല് ഒരെണ്ണം. ഇത് നമ്മുടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളാണ് ഗൈസ്. അങ്ങനെയുള്ള ഐറ്റംസ്. സ്റ്റാപ്ലറിന് പിന്നെ നമുക്ക് സ്റ്റാപ്ലർ ഓൾറെഡി ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാപ്ലറിൻ്റെ പിന്നെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. 10 കേക്ക് നമുക്ക് ഉണ്ടാകുന്നതാണ്. ഇപ്പം ഞാൻ എന്തായാലും പുതിയ മൂല അതുകൊണ്ടാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുത്തെ ഒരു ലേബിള് എടുത്തു, അതിൻ്റെ അകത്തേക്ക് ഒട്ടിച്ചാട്ടോ. അവൻ ഒട്ടിച്ചിട്ട് പോയി എടുത്തു ഗൈസ് ലേബിള്. ഫയലിൻ്റെ ലേബിൾ കാണിച്ചെടുത്തു. കണ്ടോ, അതാണ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഗൈസ് അവനുള്ള റെയിൻകോട്ടാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ക്ലിയർ ആണോന്നൊന്നും അറിയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ അവളുടെ ഒപ്പം പോകുന്നതെന്നുള്ള കാര്യം, നടന്നാൽ പോകുന്നതാണ്. അപ്പം അതിനുള്ള റെയിൻകോട്ടാണ്. റെയിൻകോട്ട് ബാക്ക് ടു സ്കൂളിലെ റെയിൻകോട്ട് ഇത് ഒത്തിരി കാണിച്ചില്ല, കാരണം ഒത്തിരി കാണിച്ച സമയം കളയുന്നില്ല. നെക്സ്റ്റ് ഐറ്റം ഇനി ഡ്രോയിങ് ബുക്ക് ഓർമ്മയുണ്ട് ഗൈസ്. ഡ്രോയിങ് ബുക്ക്. പിന്നെ വരയിടാത്ത പേപ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോട്ട്ബുക്കാണ് കേട്ടോ. ഞാനിത് ഒതുക്കി വെക്കില്ല, അങ്ങനെയാണ് നിങ്ങൾക്ക്. ഓക്കെ, ഇത് അവൾക്കുള്ള നോട്ട്ബുക്കാണ് ഗൈസ്. ഇത് അവൾക്കൊരു സെക്ഷൻ നോട്ട്ബുക്കാണ്. ഇത് അവളുടെ ഇതാട്ടോ. അവൾക്ക് വേറെ എന്തോ സെപ്പറേറ്റ് ഇതുപോലെ വരുന്നത് വേണം. മാത്സ് ആണെന്ന് തോന്നുന്നു. ഇത് അവളുടെ ബുക്കാണ്. അയ്യോ, ഇത് അവളുടെ ബുക്കാണ്. സോറി ഗൈസ്, ഇത് മൊത്തം കൊളാക്കും. ഇത് അവളുടെ ബുക്കാണ് കേട്ടോ. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം ഇത് ശരിക്കും നല്ലൊരു നോട്ടാണ്. ഇവിടേക്കാണെങ്കിൽ നല്ലൊരു ഇതിൻ്റെ ഫോട്ടോ എടുക്കണം. എന്നിട്ട് ഞാൻ നല്ല ഒരുമിച്ച് വെച്ച് അപ്പം നിങ്ങൾ നോക്കി ഞാൻ ഇപ്പം എന്താ സ്റ്റഫ് ആയിരുന്നു. ഞാൻ തമ്മിൽ ഇടാനുള്ള ഫോട്ടോയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് എടുത്ത് പോകാമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അതായത് നിങ്ങൾ വിചാരിക്കണം ഞാൻ സ്റ്റഫ് ആവുന്നില്ല, വീഡിയോ കുഴപ്പമില്ല. ഇത് തന്നെയല്ലേ ബുക്കാണ് ഗൈസ്. ഇത് തന്നെയല്ലേ ഇടണോ? ഇനി നമുക്ക് വേറെ ഒരു പരിപാടിയില്ല. പിന്നെ വേറെ ഒന്നും അത്ര ഉള്ളു ഗൈസ്. ഞാൻ തൊട്ട് സാധനത്തെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചതല്ലേ. ഇനി നമുക്ക് നേരെ അടുത്തതിലേക്ക് കടക്കാം. ഇനി കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബുക്കൊക്കെ പൊതിയുണ്ട് ഗൈസ്. അപ്പോൾ ഞാനാണ് പൊതിയാൻ പോണത്. സ്റ്റാപ്ലറും ലേബിലൊക്കെ പൊതിയാൻ പോണത് ക്യാമറമാൻ ബിനു അടിപാടി, വേറെ അറിയില്ല, എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ അവൾ ചെയ്യും കേട്ടോ. ഇന്ന് നാളെ അവർക്ക് ക്ലാസ് ഇല്ല. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് നാളെ അവന് ക്ലാസ് ഉണ്ട്. അപ്പോൾ അവരുടെ മാത്രം ഒന്ന് പൊതിയാമെന്ന് വിചാരിച്ചാണ്. പിന്നെ അനിയത്തിയുടെ പൊതിയുന്നതൊക്കെ ഞാൻ പാർട്ട് 2 ആയിട്ടുള്ള വ്ളോഗിലാണ്. ഓക്കെ, അതായത് എനിക്ക് നല്ലത് നിങ്ങൾക്ക് നല്ലത്. കാരണം ഇപ്പോൾ സമയം ഒരു 10:30 കഴിഞ്ഞിട്ടുണ്ടാക്കി രാത്രി. അപ്പോൾ ഇപ്പോൾ കുറച്ചു മുമ്പാണ് അപ്പോൾ ഇതൊക്കെ മേടിച്ചോണ്ട് വന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പൊതിച്ചിലേക്ക് കിടക്കാം ഗൈസ്. അപ്പോൾ ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഞാനൊന്ന് അടുക്കി പറക്കി വെച്ചിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോഴാണ് പറഞ്ഞത് നമുക്ക് ടെക്സ്റ്റും കൂടി പൊതിയാണ്ട് ഗൈസ്. അപ്പോൾ ടെക്സ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പൊതിച്ചിലേക്ക് കിടക്കാം. ഇപ്പോഴും പിന്നെ അതിന് മുമ്പ് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ഗൈസ്, ഈ സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അറിയുള്ളൂ ഇതല്ലോ. ഇത് കണ്ടോ കാണാമോ? ഇതാണ് ഞാനൊന്ന് എടുക്കണോ? ആയിരിക്കും മറ്റേ പാട്ട് എടുത്തോ ഗൈസ്. ഇപ്പം കറണ്ട് പോയി ഗൈസ്. എന്താ ഇത് എന്ന് പറയുന്നത്. എന്തായാലും ഞാൻ പകുതി എത്തിയിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോർട്സ് കൂടി എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറച്ച് ഇവിടെ വരെ ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇനി
ഇനി എന്തായാലും ഞാൻ പൊതിഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ളത് കാണിച്ച് വിടാം കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് സംസാരമില്ല, നേരെ പ്രവൃത്തിയിലേക്ക് ഇറങ്ങാൻ ഗൈസ്, കാരണം സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അപ്പോൾ അവൻ്റെ ടെക്സ്റ്റൊക്കെ ഞാൻ പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റാപ്ലർ അടിക്കണം, പിന്നെ നെയിം സ്ലിപ്പ് അടിക്കണം. എഴുതുന്നത് ഞാനാട്ടോ. അപ്പോൾ നെയിം സ്ലിപ്പും സ്റ്റാപ്ലർ അടിക്കാനായിട്ട് നമുക്ക് അനിയത്തിലേക്ക് കൊടുക്കാൻ ഗൈസ്. അപ്പോൾ ക്യാമറമാൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം. കുഴപ്പമില്ല. ഇവിടെ അടിച്ചാൽ പറഞ്ഞേ. ഗൈസ്, അപ്പോൾ അങ്ങനെ കറണ്ട് വന്നു. ഇനി നമുക്കൊരു പണി ചെയ്യാം ഗൈസ്, കാരണം നമ്മളിപ്പോൾ നെയിം സ്ലിപ്പിൻ്റെ അകത്ത് ഓൾറെഡി പേര് സബ്ജക്റ്റും ഇതാണ് നമ്മളെല്ലാം അടിച്ച് സെറ്റാക്കി എല്ലാം എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് അവൻ്റെ നോട്ട്ബുക്കും കൂടി സെറ്റാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കാൻ നേരത്തേനും എല്ലാം ഇതും ഉണങ്ങി കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് എഴുതാം. ഷീറ്റ് മതിയായിരിക്കും ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്റ്റ് ഇത് നോക്കി അതിനുള്ള നോട്ട്ബുക്കൊക്കെ നമുക്ക് എഴുതാം ഗൈസ്. അപ്പോൾ ഫസ്റ്റ് മാത്സ് ആണ്. ബ്ലാക്കിങ്. ഞാനതാ നോക്കാതിരുന്നത്. ഞാനതാ നോക്കിയിരുന്നത്. ഗൈസ്, ഇത് ടെക്സ്റ്റ് ബുക്കിനായിട്ട് നമ്മൾ TV കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഇംഗ്ലീഷ്. കട്ട് ചെയ്തോ ഇനി. അങ്ങനെ ഓർത്തുമില്ല, അതാ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലേബൽ ഒട്ടിക്കാം. നിങ്ങൾ വിചാരിക്കുക എൻ്റെ ക്യാമറമാൻ എന്തെന്ന്, ക്യാമറമാൻ പോയി കിടന്നുറങ്ങി ഗൈസ്. ഇനി ഞാൻ തന്നെ ഇവിടെ മൊത്തം ശരിയാക്കണം. എന്തായാലും ഞാൻ ഇനി ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. എനിക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനുള്ള സമയമൊന്നുമില്ല, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്.